കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ രുചിയേറിയ അഫ്ഗാനി ബീഫ് പുലാവാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കുറേ മസാലകൾ ചേർക്കില്ല. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഒരു തനത് രുചിയിൽ ഉണ്ടാക്കുന്ന വളരെ രുചിയേറിയ ഒരു പുലാവാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുലാവ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 240 ml അളവിലുള്ള 2 കപ്പ് സെല്ല ബസ്മതി റൈസാണിത്. ഇതിന് പകരം സാധാരണ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം. സാധാരണ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കുതിർത്തെടുക്കുക. ഇതിപ്പോൾ സെല്ല ബസ്മതി റൈസ് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടും. എന്തായാലും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സെല്ല റൈസ് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫിൽ കഴിയുന്നതും എല്ല് ചേർക്കാൻ ശ്രദ്ധിക്കുക. എല്ല് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ചോറിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്കിൽ, ആ ഒരു ഗ്രേവിയിൽ തന്നെയാണ് ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൂടുതൽ എല്ല് ചേർക്കുകയാണെങ്കിൽ നല്ലോണം ബീഫിൻ്റെ ഒരു ചുവ നമ്മുടെ ചോറിന് കിട്ടും. അപ്പോൾ കഴിയുന്നത്രയും എല്ല് ചേർക്കുക. പിന്നെ ബീഫ് സാധാരണ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഈ ഒരു പുലാവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ സാധാരണ നമ്മൾ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു അത്രയും വലുപ്പത്തിൽ മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുക്കറൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ്. നെയ്യാണ് ഈ ഒരു പുലാവിന് ഏറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്യുക. നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ എന്തായാലും ഫ്രൈ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുലാവിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലോണം ഡാർക്ക് കളറായി നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. നല്ല ക്രിസ്പി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബീഫാണ്. നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് സമയം വരെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഇത്രയും ഒരു അളവ് പുലാവ് ഉണ്ടാക്കുന്ന സമയത്ത് അഫ്ഗാനി പുലാവിന് 1/2 കപ്പ് വരെയൊക്കെ നെയ്യ് ചേർക്കാറുണ്ട്. പക്ഷേ ഞാനൊരു 5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ബീഫ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ട് 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ചേർക്കരുത്, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പ്രഷർ കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ബീഫ് വേവിച്ചെടുക്കാം. എൻ്റെ ഒരു ബീഫ് നല്ല വേവുണ്ടായിരുന്നു. ഒരു 7 വിസിലൊക്കെ വേണ്ടി വന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഏലക്കായ്, നമ്മുടെ സാധാരണ പച്ച കളറിലുള്ള ഏലക്കായ്, പിന്നെ ഒരു കറുത്ത ഏലക്കായ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ കറുത്ത ഏലക്കായ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും മസാല. പിന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ ഉരലിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ചതക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. കൂടുതൽ പൗഡർ ആക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് ചതച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല മാത്രമേ നമ്മുടെ ചോറിന് ആവശ്യമുള്ളൂ, വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇത് ഈ മസാലപ്പൊടി നമുക്കിവിടെ മാറ്റി വെക്കാം.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല, രണ്ടും നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉണക്കമുന്തിരി ചേർത്തിട്ട് നമ്മുടെ പുലാവ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം, ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ആദ്യം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് തന്നെ വേണമെന്നില്ല, അതിലും കുറച്ച് മതിയാവും. അത്രയും സമയം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റീം ചെയ്തിട്ടും എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മുന്തിരിയും ഇതേ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒരു 2 പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരു 30-40 സെക്കൻഡ്സ് അത്രയും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ മുന്തിരി റെഡിയാവും. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിയും കൂടി ഞാനൊന്ന് തിളപ്പിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ക്യാരറ്റും മുന്തിരിയും ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 7 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവിയൊക്കെ മുഴുവനും പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബീഫിന് ഇത്ര വേവ് ഉണ്ടാവില്ല കേട്ടോ. ഈ ബീഫിന് കുറച്ച് വേവ് കൂടുതലായിരുന്നു. അപ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വെള്ളം ഈ ബീഫിൽ ബാക്കിയുണ്ട് കേട്ടോ. 1 കപ്പോളം ഗ്രേവി ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം വേണം. നമ്മൾ 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പോളം ബീഫിൻ്റെ ഗ്രേവി ഉണ്ട്. ബാക്കി 2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് തിളപ്പിച്ച 2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ച നമ്മുടെ സെല്ല ബസ്മതി റൈസ് അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. മസാലപ്പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ ഇവിടെ അടച്ചു വെക്കാം. എന്നിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ, കൂടുതൽ വേണ്ട. 1 വിസിൽ വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രഷർ മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം തുറക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതാ 1 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. റൈസൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കർ തുറന്ന ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് ചോർന്ന് കുഴഞ്ഞതുപോലെ ഉണ്ടാവും. അത് നല്ല ചൂടോടുകൂടി ആയതുകൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിലൊക്കെ വിളമ്പുമ്പോഴേക്കും അത് നല്ല പാകത്തിനായിക്കോളും. അപ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലുള്ള ബീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അധികം മസാല ഇതൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ലൊരു ബീഫിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ രുചിയേറിയ ഒരു പുലാവാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മറ്റേത് റൈസിനേക്കാളും നമുക്ക് നല്ല രുചിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും. കാരണം കൂടുതൽ മസാലയുടെ കുത്തലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു തൈരോ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്